നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 23. വഴിയിൽ ഖരൻ അനേക അശുഭകാഴ്ചകൾ കാണുന്നു. ഒരിക്കലും ആ സമയത്ത് കാണാൻ പാടില്ലാത്ത കാഴ്ചകളാണ് ഖരൻ വഴിനീളെ കാണുന്നത്. രാമനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണല്ലോ 14,000 സൈന്യത്തോടുകൂടി ഖരൻ. അപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇത്രയും കാഴ്ചകളെല്ലാം കണ്ടിട്ടും വിവരക്കേടുകൊണ്ട് ഖരൻ പിന്തിരിഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് ഖരൻ അപ്പോൾ രാക്ഷസന്മാരോട് പറയുകയാണെന്ന്, ഈ ദുശകുനങ്ങളൊന്നും ഞാൻ സാരമായി കരുതുന്നില്ല. എനിക്ക് ഒരു ദുർബലനെ സാരമായി കാണാനുള്ള യാതൊരു മനസ്ഥിതിയും ഇപ്പോൾ ഇല്ല. നക്ഷത്രങ്ങളെ എയ്തു വീഴ്ത്താൻ പോലും ഞാൻ ശക്തനാണ്. അതുപോലെ തന്നെ യമനെപ്പോലും തോൽപ്പിക്കാൻ എനിക്ക് കഴിയും. പിന്നെയാണോ അഹങ്കാരിയായ രാഘവനെയും ഭ്രാതാവിനെയും തോൽപ്പിക്കാൻ എനിക്ക് പ്രയാസമുണ്ടാകുന്നത്? ഞാൻ ഒരിക്കലും കളവ് പറയുകയല്ല, ഇതൊക്കെ സത്യമാണെന്ന് ഖരൻ പിന്നെയും ഭടന്മാരെ ഓർമ്മിപ്പിക്കുന്നു. ദേവേന്ദ്രനെ പോലും ഞാൻ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെയാണോ ഈ മനുഷ്യരുടെ കാര്യം? അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ആ വിപുല സൈന്യം ആനന്ദപുളകിതരായി തീർന്നു. അവർക്ക് നല്ല ആത്മധൈര്യം തോന്നി. ഈ സമയത്ത് യുദ്ധം കാണാനുള്ള ആശയോടുകൂടി ദേവർഷിമാരും ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരുമെല്ലാം ആകാശത്ത് ഒത്തുചേർന്ന് നിൽപ്പായി. 28 തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 28, 29. സ്വസ്തി ഗോബ്രാഹ്മണേഭ്യസ്തു ലോകാനാം ചേ സമ്മതാഃ ജേതാം രാഘവോ യുദ്ധേ പൗലസ്ത്യാൻ രജനീചരാൻ. 28ാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. സ്വസ്തി ഗോബ്രാഹ്മണേഭ്യസ്തു ലോകാനാം യേ ച സമ്മതാഃ ജേതാം രാഘവോ യുദ്ധേ പൗലസ്ത്യാൻ രജനീചരാൻ. ചക്രഹസ്തോ യഥാ വിഷ്ണുഃ സർവാൻ അസുരസത്തമാൻ ഏതച്ചാന്യച്ച ബഹുശോ ബ്രുവാണാ പരമർഷയഃ. ഗോബ്രാഹ്മണാദികൾക്ക് ക്ഷേമമുണ്ടാവട്ടെ. ലോകസമ്മതരായിട്ടുള്ള എല്ലാവർക്കും ക്ഷേമമുണ്ടാവട്ടെ. പൗലസ്ത്യരായ രജനീചരന്മാരെ രാമൻ യുദ്ധത്തിൽ വെല്ലുമാറാകട്ടെ. ശ്ലോകം 30. ജാതകൗതൂഹലാസ്തത്ര വിമാനസ്ഥാച്ഛദേവതാഃ ദദർശിർവാഹിനിം തേഷാം രാക്ഷസാനാം ഗദായുഷാം. ഇങ്ങനെ പലതും പറഞ്ഞും കൊണ്ട് പരമർഷിമാരും അത് കൗതൂഹലത്തോടെ വിമാനസ്ഥരായ ദേവതകളും രാക്ഷസന്മാരുടെ ആയുസ്സൊടുങ്ങിയ സൈന്യത്തെ വീക്ഷിച്ചു. 31, 32, 33 ശ്ലോകങ്ങൾ. മുപ്പത്തിയൊന്ന് 32 33 ശ്ലോകങ്ങൾ.
രഥേന തു ഖരോ വേഗാത് സൈന്യസാഗ്രാത് വിനിസൃത ശേനഗാമീ പൃഥുഗ്രീവോ യജ്ഞശത്രുർവിഹംഗമഃ ദുർജയക്കരവീരക്ഷ പരുഷകാലകാർമുകഃ ഹേമമാലീ മഹാമാലീ സർപ്പാസ്യോരുധിരാശനാം ദ്വാദശൈതോ മഹാവീര്യാः പ്രതസ്തുരഭിതഖരം മഹാകപാലസ്ഥൂലാക്ഷഃ പ്രമാഥസ്ത്രീ ശിരാസ്തഥാ ചത്വാരായേതേ സേനാഗ്രേ ദൂഷണം പൃഷ്ടതോന്വയൂ. 30, 31, 32, 33 ശ്ലോകങ്ങളുടെ അർത്ഥം. ഖരൻ രഥത്തിൽ അതിവേഗത്തോടെ സൈന്യത്തിൻ്റെ മുന്നേ കുതിച്ചു. ശേനഗാമി പൃഥുഗ്രീവൻ, യജ്ഞശത്രു, വിഹംഗമൻ, ദുർജയൻ, കരവീരാക്ഷൻ, പരുഷൻ, കാലകാർമുകൻ, ഹേമമാലി, മഹാമാലി, സർപ്പാസ്യൻ, രുധിരാശനൻ എന്നിങ്ങനെ 12 മഹാവീരന്മാർ ഖരനൊപ്പം കുതിച്ചു. മഹാകപാലൻ, സ്ഥൂലാക്ഷൻ, പ്രമാഥി, ത്രിശിരസ് എന്നീ 4 സേനാപതികൾ ദൂഷണനെ അനുഗമിച്ചു. ശ്ലോകം 34. തൗ രാജപുത്രൗ സഹസ്യാഭ്യുപേത മാലാഗ്രഹാണാമിവ സാ ഭീമവേഗാ സമരാഭികാംക്ഷിണി സുദാരുണാ രാക്ഷസവീരസേന തൗ രാജപുത്രൗ സഹസാഭ്യുപേത മാലാഗ്രഹാണാമിവ ചന്ദ്രസൂര്യൗ. 34-ാമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകമാണ്. സർഗം 23. ഭീമവേഗത്തോടു കൂടിയതും യുദ്ധത്തിന് ഉത്സാഹം പൂണ്ടവരും ഭീകരവുമായ രാക്ഷസ വീരസേന ആ രാജപുത്രന്മാരുടെ നേരെ അതിവേഗത്തോടെ അടുത്തു. ഗ്രഹപംക്തി സൂര്യചന്ദ്രന്മാരുടെ നേരെ എന്ന പോലെ. ലോകാ സമസ്ത സുഖിനോ